തിരുവനന്തപുരം പട്ടത്ത് വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേടുണ്ടായെന്ന ആരോപണം ഉന്നയിച്ച ആളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. പരാതി ഉന്നയിക്കുന്നവർ അത് തെളിയിക്കണമെന്നും ഇല്ലെങ്കിൽ നടപടി നേരിടേണ്ടി വരുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ വ്യക്തമാക്കി. പരാതി ഉന്നയിച്ചവർക്കെതിരെ കേസെടുത്തത് അംഗീകരിക്കാനാകില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. അതിനിടയിൽ കളമശ്ശേരിയിലെ ഒരു ബൂത്തിൽ പോൾ ചെയ്തതിൽ അധികം വോട്ടുകൾ EVM-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോൾ ചെയ്തതിനേക്കാൾ 43% അധികം വോട്ടുകളാണ് മെഷീനിൽ രേഖപ്പെടുത്തിയത്. പോലീസ് എത്തി മെഷീൻ സീൽ ചെയ്ത് വിവിധ റിപ്പോർട്ട് കാണാം. തിരുവനന്തപുരത്ത് പല പോളിംഗ് സ്റ്റേഷനുകളിലും ആദ്യ മണിക്കൂറുകളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. പട്ടത്ത് വോട്ട് ചെയ്ത തിരുവനന്തപുരം സ്വദേശി എബിനാണ് വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചത്. തന്റെ വോട്ട് മറ്റൊരു സ്ഥാനാർത്ഥിക്ക് പോകുന്നുവെന്നായിരുന്നു എബിന്റെ പരാതി. ഇതേ തുടർന്ന് ടെസ്റ്റ് റൺ നടത്തിയപ്പോൾ വോട്ടിംഗ് ശരിയായി. തുടർന്നാണ് എബിനെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിന്നീട് എബിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. പരാതി ഉന്നയിക്കുന്നവർ അത് തെളിയിക്കണമെന്നും ഇല്ലെങ്കിൽ നടപടി നേരിടേണ്ടി വരുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറഞ്ഞു. ഒരുപാട് പരാതി ഉന്നയിച്ചതുകൊണ്ട് ഒരുപാട് പേർക്ക് വോട്ട് ചെയ്യാൻ പെട്ടെന്ന് സമയം കിട്ടില്ല. ഹാഫ് ആൻ അവർ ചിലപ്പോൾ 1 മണിക്കൂർ ഇതിൽ തടസ്സപ്പെടുന്നുണ്ട്. ഉത്തരവാദിത്വത്തോട് പരാതി ഉന്നയിക്കാം. പക്ഷേ പരാതി തെളിയിച്ചില്ലെങ്കിൽ അത് ശിക്ഷ തീർച്ചയായിട്ടും ഇതിൽ വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. സാങ്കേതിക പ്രശ്നങ്ങൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതിന് പകരം പരാതിക്കാരനെ ക്രൂശിക്കുന്ന നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. VVPAT സംവിധാനം വന്നതിൻ്റെ ഫലമായിട്ടും ധാരാളം പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. എല്ലാ സ്ഥലത്തും പോളിംഗ് ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതായിരുന്നു. ഇത്രയും സമയമെടുക്കുമെന്ന് മനസ്സിലാക്കാതെ ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ള നടപടിയാണ് ഇത്രയധികം പ്രശ്നങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ടാക്കിയത്. അതിനിടെ കളമശ്ശേരിയിലെ ഒരു ബൂത്തിൽ പോൾ ചെയ്തതിൽ അധികം വോട്ടുകൾ EVM-ൽ രേഖപ്പെടുത്തി. പോൾ ചെയ്തതിനേക്കാൾ 43 അധിക വോട്ടുകളാണ് മെഷീനിൽ രേഖപ്പെടുത്തിയത്. പോലീസ് എത്തി മെഷീൻ സീൽ ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.